ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് വീണ്ടും ചിന്തിക്കാനായിട്ട് ഞാൻ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈ സന്ദർഭം ഒന്ന് എടുക്കണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നു. ഞാൻ ചില വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചു പോകാം. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദൈവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ, അപ്പോൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് താൻ ദൈവാലയത്തിലിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-6 വാക്യങ്ങൾ എടുക്കുമ്പോൾ ഇത് തുടർച്ചയായിട്ടാണ് ലൂക്കോസ് ചിട്ടയായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് തുടർച്ചയായിട്ടുള്ള കാര്യമാണ്. ചിലർ ദൈവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു. ശിഷ്യന്മാരപ്പോൾ ചോദിച്ചു, ഗുരു, ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഇതേ കാര്യം മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസിലും ഈ ഭാഗം തന്നെ സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം മത്തായി എഴുതിയ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവിടെ കർത്താവ് ആദ്യം പറഞ്ഞത്, നിങ്ങളെ ആരും തെറ്റിച്ച് കളയരുത്. ഇംഗ്ലീഷിൽ ആ വാക്ക് എഴുതിയേക്കുന്നത്, യു ഷുഡ് നോട്ട് ഗെറ്റ് ഡിസീവ്ഡ്. ഈ അന്ത്യകാലത്തിൽ വ്യാപരിക്കുന്ന വലിയൊരു ദുഷ്ടൻ്റെ തന്ത്രമെന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിച്ച് കളയുക എന്നാണ്. നേരെ പോകുന്നവരുടെ വഴി തിരിച്ചു വിടുക. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ വളരെ ജാഗരൂകരായിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ പല കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഒരു ഗ്ലോബൽ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നതെങ്കിലും അവിടെ ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ ഒരു ലോകം നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് ഒരിടത്ത് എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളെ എല്ലാവരെയും ബാധിക്കും. അതാണ് ഇപ്പോൾ വിഷയം. കാരണം നമ്മളിപ്പോൾ പറയാൻ തുടങ്ങി വി ആർ എ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ വളരെ അഹംഭാവത്തോടെ പറയാൻ തുടങ്ങിയതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് പറഞ്ഞു, എങ്കിലും ഇതൊക്കെ ഈ മീറ്റ് നോവിൻ്റെ ആരംഭം മാത്രമേ. അത് കഴിഞ്ഞിട്ട് 9 തുടങ്ങി ഇതെല്ലാം പല കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. പലതരത്തിലെ പെർസിക്യൂഷൻ, കള്ളപ്രവാചകന്മാർ, ദുഷ്ടതയുടെ ആധിക്യം വർദ്ധിച്ചു വരുന്നത്, സ്നേഹം തണുത്തു പോകുന്നത്, സ്നേഹമില്ലാതാകുന്നത്. എന്നാൽ അതിനിടയിൽ കൂടെ ദൈവവചനം പറയുന്നു, സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? നമ്മളോട് കർത്താവ് പറയുന്നത്, ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു വാക്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ തിരിച്ചു വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ആ വാക്യം എനിക്കൊരു കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. എങ്കിലും ഇത് പറയുന്നത്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് തല പൊക്കി നോക്കുവിൻ. ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു വരുമ്പോഴത്തേക്ക് നമ്മളോട് പറയുന്നത്, നമ്മളെ തല പൊക്കി നോക്കണം. നമ്മൾ ഈ പ്രശ്നങ്ങളുടെ മധ്യേ ക്ഷീണിച്ചു പോകാനോ തളർന്നു പോകാനോ അല്ല കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മളെ തല പൊക്കി നോക്കണം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യേ നമ്മൾ കർത്താവിൽ ധൈര്യപ്പെട്ടിട്ട് നമ്മൾ തല പൊക്കി നോക്കണം. കാരണം നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്നുള്ളൊരു വിഷയമാണ്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആ കർത്താവ് കാൽവറി ക്രൂശിൽ തുടങ്ങിയ അല്ലെങ്കിൽ അവിടെ വെച്ച് നേടിയ പാപമോചനമെന്ന വീണ്ടെടുപ്പിൻ്റെ ഒരു
പൂർത്തീകരണത്തിലേക്ക് നമ്മൾ നീങ്ങുക. ഫുൾനെസ് ഓഫ് ദി സാൽവേഷൻ പർച്ചേസ്ഡ് ഓൺ ദ ക്രോസ്. നമ്മളാ തുടങ്ങുന്നത് കൊലോസ്യ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അതിനകത്ത് എഴുതിയേക്കുന്നത്, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം അവിടെയാണ് തുടക്കം. കാൽവറിയിൽ കർത്താവ് നമുക്കത് നേടിത്തന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റോമാലേഖനത്തിലേക്ക് വരികയാണെങ്കിൽ, റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരണം. അപ്പം തേജസ്കരണം എന്ന് പറയുന്ന ആ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരിക. അതുകൊണ്ടാണ് തലപൊക്കി നോക്കണമെന്ന് പറഞ്ഞു. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പം അവനോട് സദൃശന്മാർ നമ്മളാകാൻ പോവാം, അവനെപ്പോലെ ആകാൻ പോവാം. ഇത് നമ്മുടെ ആ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടമാണ്. അതിനപ്പുറത്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു രോഗികൾക്ക് വേണ്ടി. ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. രോഗങ്ങളില്ല, ക്ഷീണമില്ല, ദർ ഇസ് നോ ഡീക്കേ. അത് കഴിയുമ്പോഴത്തേക്ക് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിലേക്കും കൂടെ നമ്മൾ വരാൻ പോവാം. പിന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. അവിടെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. കർത്താവിൻ്റെ ആ ഗ്ലോറിയസ് ബോഡി, ആ ബോഡിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അവനോട് സദസ്യനാകാൻ പോവുക. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, അന്ന് കർത്താവിനെ വെച്ച കല്ലറയിൽ ചെന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരം അവിടെ ഇല്ല. ആ ശരീരം ഉയർത്തെഴുന്നേറ്റു. ആ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി. മരിച്ചു കിടന്ന ആ ശരീരത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ആ ശരീരം ഇട്ടിട്ട് പുതിയൊരു ശരീരമല്ല കർത്താവ് എടുത്ത്, ആ ശരീരം തന്നെ രൂപാന്തരപ്പെടുത്തി. ആ ശരീരം അവിടെ ഇല്ലായിരുന്നു. ശിഷ്യന്മാർ അടച്ചിരുന്ന മുറിയിൽ ആ കഥ അടച്ചിരിക്കുമ്പോൾ തന്നെ താൻ കടന്നു വന്നു. എന്നാൽ കർത്താവിൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ തൊട്ടൊന്ന് നോക്ക്, എൻ്റെ കയ്യിലെ ഈ ആണിപ്പാടിലൊക്കെ ഒന്ന് തൊട്. അത് എന്തോ ഒരു നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത്. എന്നാൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അതുപോലത്തെ ഒരു ശരീരം നമുക്കിപ്പോൾ ഒരിക്കലും അതങ്ങോട്ട് ചിന്തിക്കാൻ പോലും ഒക്കുന്നില്ല. എന്തോ ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ബോഡിയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു വിടാമെങ്കിലും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? ഈ ശരീരം കൊണ്ട് കർത്താവിൻ്റെ അടുക്ക് ചെന്നിട്ട് അവരുടെ അടുക്ക് ചെന്നിട്ട് ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടായിരുന്നു? അവിടെ ഒരു വറുത്ത കഷ്ണം മീനുണ്ടായിരുന്നു, അവരെടുത്തു കൊടുത്തു. അവരെ കാണുക കർത്താവ് അത് കഴിച്ചു. അപ്പോൾ എന്തൊരു ബോഡിയാണ്! ഇതുപോലത്തെ ഒരു വീണ്ടെടുപ്പാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഈ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത്, കാരണം അത് അങ്ങനെ ആയേ ഒക്കത്തുള്ളൂ. അതിൻ്റെ അവസാനത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളോട് പറയുന്ന ഭയപ്പെട്ട് കുനിയാനല്ല, നമ്മുടെ തല ഉയർത്തി നോക്ക്, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഈ വീണ്ടെടുപ്പെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരാൻ പോവാം. എബ്രായ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്, അതിൻ്റെ 27-28 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു.
തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അവിടെ ഒരു വാക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. തനിക്കായി കാത്തു നിൽക്കുന്നവർ, കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. ഇത് ഒരിടത്ത് മാത്രമല്ല. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം എടുത്താൽ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 9-10 വാക്യങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനത്തെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ വരുന്നത് കാത്തിരിപ്പാനും. നമ്മളിപ്പം ഈ കർത്താവിൻ്റെ വരവിന് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ എത്ര കാലമായി ചിന്തിച്ചിട്ട്? നമ്മൾ കർത്താവിൽ കൂടി കിട്ടിയ നന്മകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്ത് ഈ ഒരിടത്തല്ല, അനേക സ്ഥലങ്ങളിൽ പറയുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു കൂട്ടം, അവരുടെ രക്ഷയ്ക്കായിട്ട് വരുന്നൊരു കർത്താവ്. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ എടുക്കുമ്പോഴും അവിടെ എങ്ങനെ ഭാഗ്യകരമായ രക്ഷ 11-ാമത്തെ വാക്യം 2:11 അവിടെയും പറയുന്നത് കാത്തിരിക്കുന്നു. 2 എബ്രായ ലേഖനം 39-37-38 പറയുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. 2 പത്രോസ് 3:11-12 പറയുന്നത് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും എന്നൊരു വാക്യം. വെയിറ്റിംഗ് ഈഗർലി എക്സ്പെക്റ്റിംഗ് ദ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ് ഈസ് എ റിക്കറിങ് തീം. പിന്നെയും ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ. ഞാനിപ്പോൾ വായിച്ച എത്ര റെഫറൻസാണ് ഇവിടെ എല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ എഴുതിയത്. ആർ വി ലൈവ് ടു ദാറ്റ് ട്രൂത്ത്? ആ സത്യത്തിന് നമ്മൾ എത്രത്തോളം ഉണർത്തപ്പെട്ടിട്ടുണ്ട്? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ഏകാഗ്രതയോടെയുള്ളൊരു പ്രതീക്ഷ, വെരി കോൺസെൻട്രേറ്റഡ് ഫോക്കസ്ഡ് എക്സ്പെക്റ്റേഷൻ. അങ്ങനത്തെ ഒരു കാത്തിരിപ്പാണ് ഇത്. വരുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന പോലല്ല, വരുമെന്ന് പറഞ്ഞ് അതിലേക്ക് നോക്കി കാത്തിരിക്കുന്നതായിട്ടുള്ള, ഫോക്കസ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പ്. കർത്താവ് എന്തോ അതിൽ പറഞ്ഞതെന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 35 തുടങ്ങി 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം, ഈ വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ടുള്ള വാക്യങ്ങൾ അറിയാവുന്നതാണ്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. 38 അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. 40 നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പം കാത്തിരിക്കുക, ഒരുങ്ങിയിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു.
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇതൊരു ജൂയിഷ് മാരേജ് സെറ്റിങ്ങാണ്. അതിനോട് ചേർത്തുള്ള കർത്താവിൻ്റെ ഒരു പഠിപ്പീരാണ്. യഹൂദരുടെ വിവാഹത്തിൻ്റെ രീതി അനുസരിച്ചുള്ള ഒരു ഭാഗമായത്. അതിനെക്കുറിച്ചാണ് അതാണ് എൻ്റെ ഇതെടുത്തേക്കുന്നത്. ഇതേ സംഭവമാണ് മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്കറിയാം. 10 കന്യകമാർ, മണവാളനെ എതിരേൽപ്പാൻ നിന്ന കന്യകമാർ, അവരുടെ ഒരുക്കക്കുറവ് കൊണ്ട് 5 പേർക്ക് അതിൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം. അപ്പോൾ ഈ മാരേജ് സെറ്റിങ്ങിൽ ഒരു കവനൻ്റ് ഗ്രൂമും ബ്രൈഡും, മണവാളനും മണവാട്ടിയും എടുത്തു കഴിഞ്ഞാൽ മണവാളൻ മണവാട്ടിക്കൊരു വെഡ്ഡിങ് ചേംബർ ഒരുക്കാനായിട്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയും ഈ സമയങ്ങളിൽ ഈ മണവാട്ടി കവനൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മണവാളന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നത് യഹൂദരുടെ ഒരു വിവാഹ രീതിയാണ്. അവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഈ മണവാളൻ തൻ്റെ ഭവനത്തിൽ, അപ്പൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ഈ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, വരാൻ പോകുന്ന ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചേംബർ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പം അപ്പനാ പറയുന്നത്, കുഞ്ഞെ മതി ഒരുക്കം, നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വാന്ന്. ഈ മണവാളൻ്റെ തീരുമാനമല്ല, അപ്പൻ്റെ തീരുമാനമാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവ് പറഞ്ഞു, എനിക്കറിയത്തില്ല എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് പിതാവ് പറയണം. ആ ഒരു സെറ്റപ്പാണ് അത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് മണവാട്ടിയും കൊണ്ടുപോവുക, അതേത് സമയത്തും വരാം. അതിനുവേണ്ടി ഈ മണവാട്ടി പറയുന്നത് ഷീ വിൽ ബി വെയിൽഡ് ആൻഡ് സെറ്റ് അപ്പാർട്ട്. ഇതിൻ്റെ ഒരു സമയത്ത് ഇതിനെല്ലാം പ്രത്യേക ഹീബ്രു വാക്കുകളൊക്കെ ഉണ്ട്. ഞാനത് വലിയൊരു സ്കോളർ അല്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പം വെയിൽഡ് ആൻഡ് സെറ്റ് അപ്പാർട്ടായിട്ട് ഈ മണവാട്ടി കാത്തിരിക്കുക മണവാളിന് വേണ്ടി. ഏത് സമയം വരാം. വരുമ്പോൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, ഷോഫാറൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഊതി അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അതും രാത്രികാലമാണ് വരുന്നത്. വന്നിട്ട് മണവാട്ടിയും കൊണ്ട് പോവുക. ഈ കോണ്ടെക്സ്റ്റാണ് ബൈബിളിൽ നമ്മളോടും പറയുന്നത്. അപ്പം ഇതിങ്ങനെ ഒരുങ്ങുക, നമ്മൾ കാത്തിരിക്കുക, സെറ്റ് അപ്പാർട്ട് ഫോർ ഹിം. ഈ കാത്തിരിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരുക്കം നടക്കണം. മണവാട്ടി തൻ്റെ മണവാളന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. ഇതാണ് കർത്താവ് നമ്മളോട് പഠിപ്പിച്ചത്. കർത്താവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുക എന്ന് പറയുന്നത്. ഈ കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് 2 കൊരിന്ത്യറിൽ എഴുതിയേക്കുന്ന ആ ഭാഗം താൻ പറഞ്ഞത്. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. തെറ്റിച്ച് കളയുന്നൊരു വ്യാപാരം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടിട്ട് നമ്മുടെ മനസ്സിനെ വേറെ പല 100 കാര്യങ്ങളിലേക്ക് മാറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ ഒരുക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യാപാരമാണ് ഈ അന്ത്യകാലത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എൻ്റെ മുമ്പിൽ ഒരു വീണ്ടെടുപ്പുണ്ട് എന്നുള്ളൊരു വിഷയമാണ്. അത് മഹത്തരമായൊരു വീണ്ടെടുപ്പാണ്. പാപത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മളെ വിടുവിക്കാൻ പോവുക. ഇന്ന് നമുക്കെന്നും സ്ട്രഗിളാണ്. പാപത്തോട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പാപത്തിൻ്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ തകർത്ത് കളഞ്ഞെങ്കിൽ പോലും ഇന്നും നമുക്കൊരു പോരാട്ടമുണ്ട്. അതിൽ നിന്നൊരു മോചനം. ഈവൻ പഠിപ്പിക്കുമ്പോൾ പറയും, ഈവൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ, ആ പാപത്തിൻ്റെ ആ പ്രസൻസിൽ നിന്ന് പോലും നമുക്ക് മോചനം. പിന്നെ കർത്താവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ളൊരു സാന്നിധ്യം, ഹിസ് പ്രസൻസ് വിത്ത് അസ്. മൂന്നാമത്, വി ഹാവ്
എ ഗ്ലോറിയസ് ബോഡി. യോഹന്നാനിൽ നമ്മൾ വായിച്ചു, ഇപ്പം നിങ്ങൾ ദൈവമക്കളാ, നിങ്ങൾ എന്തായി തീരാൻ പോവാന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് മുമ്പിൽ എന്താ ഉള്ളത്? കണക്കനുസരിച്ച് കർത്താവ് പതിച്ചു തരാനാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ കണ്ടുപിടിച്ച പ്ലാനറ്റ്സ് തന്നെ ഒരാൾക്ക് പല മടങ്ങ് തരാനായിട്ടുള്ള പല നമ്പർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 അല്ല 2 അല്ല അതിൽ കൂടുതൽ തരാനായിട്ട് പ്ലാനറ്റ്സ് വരെ കർത്താവ് നമ്മുടെ ഈ നോൺ മൾട്ടിവേഴ്സിലുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം നമ്മളോട് പറഞ്ഞു, നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? പുതിയൊരു ആകാശത്തിനും പുതിയൊരു ഭൂമിയും. ഏത് തരത്തിലുള്ളൊരു ആകാശവും ഭൂമിയുമാണ്? നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയൊരു ഭൂമിയും. അവിടെ കർത്താവ് വരുന്നത് താൻ വാഴാനാ, അവനോട് കൂടെ വാഴാനാ നമ്മളെ വിളിച്ചത്. ഭയങ്കര ഒരു വിളി. ഈ വിളിയുടെ ഒരു പൂർത്തീകരണം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പം ഇതാണ് പൗലോസ്, ഈ കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് അവിടെ നിലവിളിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് അങ്ങനെ നിർമ്മല കന്യകയായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു ഒരുക്കവും അങ്ങനത്തെ ഒരു കാത്തിരിപ്പും അതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ മുമ്പേ വായിച്ച ചില കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ കാത്തിരിപ്പ് തുടരേണ്ടതെന്ന് വളരെ ക്വിക്കായിട്ട് ഞാൻ ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അതിൻ്റെ 34 തൊട്ട് 21 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അപ്പോൾ കാത്തിരിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. തിരിച്ച് നമ്മൾ 1 പത്രോസിൽ വരികയാണെങ്കിൽ 1 പത്രോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഒന്നുമല്ല. സെറ്റ് അപ്പാർട്ട്, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെയാണ് കർത്താവിൻ്റെ വിശുദ്ധരെന്ന് പറയുന്നത്. ഇവർ വേർതിരിക്കും. ഏത് വിഷയം വരുമ്പോഴും ഞാൻ കർത്താവിൻ്റെയാണ്. അങ്ങനെയൊന്ന് വേർതിരിക്കപ്പെട്ടവരായിട്ടിരിക്കുക എന്നുള്ളതാണ് വിശുദ്ധരാകുക എന്ന് പറയുന്നത്. 2 പത്രോസിലേക്ക് വരുമ്പോൾ 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദശത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരും ആയിരിക്കണം. അപ്പം ഈ കാത്തിരിക്കുമ്പോൾ വിശുദ്ധ ജീവനവും ലൈഫ് ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അപ്പം നമ്മുടെ എ ഗോഡ്ലി ആൻഡ് ഹോളി ലൈഫ്, അതിൽ നമ്മൾ വർദ്ധിച്ചു വരണം.
യാക്കോബിൻ്റെ ലേഖനത്തിൽ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. മതി. ദീർഘക്ഷമ. ഒരു കൃഷിക്കാരൻ ഫലം കായ്ക്കാൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് താൻ എത്രത്തോളം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതിനിടയിൽ കള പറിക്കും, വളം കൊടുക്കും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. മുൻമഴ വേണം, പിന്മഴ വേണം. പക്ഷെ താൻ ക്ഷമയോടെ കാത്തിരിക്കുക ഫലം കിട്ടാനായിട്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ പിന്നെ കൈയും കെട്ടി ഇരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ദീർഘക്ഷമയോടെ അതിനു വേണ്ടി കാത്തിരിക്കുക. എന്നും ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താ? അവൻ്റെ വരവിന് ഇതുവരെയൊന്നും നടന്നില്ലല്ലോ, ഇനി നടക്കൂ? എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അങ്ങനൊരു ചോദ്യം നമ്മൾ ഫേസ് ചെയ്തേ ഒക്കത്തുള്ളൂ. അവിടെ ദീർഘക്ഷമയോടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ കർത്താവ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സംഭവിച്ച് ഇതിലേക്ക് ആ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരൊറ്റ ഡോട്ടല്ല, നമുക്ക് അനേക ഡോട്ടുകൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫില്ല് ചെയ്ത് വരിക. അതുകൊണ്ട് ഇതിങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നമുക്കറിയാം. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം. ഞാൻ പറയുന്നത് ഈ പുതിയ നിയമത്തിൽ ഇത്രയധികം ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ പറ്റിയും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നുള്ള ഒരു സത്യം നമ്മളോട് എഴുതിയിരിക്കുക. ഒരു വാക്യമല്ല, എത്രയോ വാക്യങ്ങൾ. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 11 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ച വചനമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ നമ്മൾ അനുവദിക്കണം. അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തും. എന്തിനാ? ഭക്തികേട് മാറണം. നമ്മൾ കൊണ്ട് പ്രപഞ്ചമോഹങ്ങൾ, ലോകമോഹങ്ങൾ നമുക്കുണ്ട്, അത് മാറണം. അതിൻ്റെ കൂടെ സുബോധത്തോടെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ലോകത്തിലൊന്ന് ജീവിക്കണം. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. ഈ കാത്തിരിപ്പിൻ്റെ സമയം ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ ചുമ്മാ നമ്മൾ കർത്താവിൻ്റെ അടുക്ക പോയി അങ്ങ് നിൽക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ അവിടെ ചെല്ല് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പാകെ ശരിക്കും ഒരു അക്കൗണ്ട് കൊടുക്കാനായിട്ടുണ്ട് നമ്മളെക്കുറിച്ച്. നമ്മളെങ്ങനെയായി നമ്മൾക്ക് തന്ന സമയം ദൈവം പറയുന്നത് എന്താ? അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ നിങ്ങൾ സമയം തക്കത്തിൽ വിനിയോഗിക്കണം. നമ്മൾ ഏറ്റവും ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ട് കൊടുത്തേക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ? സമയം. ഇത് നമ്മൾ വയസ്സായിട്ട് ഉപയോഗിച്ചോ ജ്ഞാനിയായിട്ട് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിനൊരു കണക്ക് നമ്മൾ കൊടുക്കണം. നമ്മൾ എത്ര സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്? അപ്പം ഈ കിട്ടുന്ന സമയം ഒരുങ്ങുക. ഇങ്ങനത്തെ ഒരു ഏകാഗ്രതയോടെ ഒരുങ്ങുക. 1 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ കാണുകയാണെങ്കിൽ 1 തെസ്സലോനിക്കർ 1:10. അവൻ മരിച്ചവരുടെ ഇടയിൽ
നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. എന്തോ ഇവിടെ എഴുതിയേക്കുന്നേ? തെസ്സലോനിക്കർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, വിഗ്രഹങ്ങളെ വിട്ടുതിരിഞ്ഞു. യേശു കർത്താവിന് വേണ്ടി അവർ കാത്തിരിക്കാൻ തുടങ്ങി. വിഗ്രഹം എന്തുവാ? എവിടെ കർത്താവിനെ കാട്ടി കൂടുതൽ നമുക്ക് എന്തിന് സ്ഥാനം കൊടുത്താലും അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വിഗ്രഹം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിത് കേട്ടിട്ടുണ്ട്. ഇവിടെ വിഗ്രഹങ്ങളില്ലയോ? നമുക്ക് ഉണ്ട്. വേറെ അടുത്ത് പറയുന്നുണ്ടല്ലോ, ദ്രവ്യാഗ്രഹി, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പം ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊരു വിഗ്രഹാരാധനയാണ്. ഇതില്ലാത്ത ആരുണ്ട്? നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വിഗ്രഹങ്ങളെ വിട്ടുതിരിയണം. നമ്മുടെ ജീവിതത്തിലുള്ള വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഈ തെസ്സലോനിക്കർ തന്നെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ വിശുദ്ധരായിട്ട് വിശുദ്ധീകരണത്തിൽ തികയുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ എന്തോ വെളിപ്പെട്ട് വരും. എന്തോ വെളിപ്പെട്ട് വരും? സ്നേഹം വെളിപ്പെട്ട് വരും. അതാ ഇവിടെ എഴുതിയേക്കുന്നത്. സ്നേഹം വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ വിശുദ്ധീകരണത്തിൽ തികയുകയാണ്. അപ്പോൾ വിശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും, ഒന്ന് ദൈവസഭയിൽ സഹോദരങ്ങളോടുള്ള സ്നേഹം, അത് കഴിഞ്ഞിട്ട് അവിടം കൊണ്ട് നിൽക്കാനല്ല, പുറത്തോട്ടുള്ള എല്ലാവരോടുമുള്ള സ്നേഹം. ഇത് വർദ്ധിച്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധീകരണത്തിൽ ഞാൻ തികഞ്ഞു വരിക എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് എന്തൊക്കെ കണ്ടു? ഈ കാത്തിരിക്കുന്ന സമയത്ത് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, വിശുദ്ധിയിൽ നമ്മൾ വളരണം, ഒരു ഭക്തിയിൽ നമ്മൾ വർദ്ധിച്ചു വരണം, അതുപോലെ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ വരണം, ഭക്തികേട് മാറണം, ലോകസ്നേഹത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം, സുബോധത്തിലൊന്ന് ജീവിക്കാൻ കഴിയണം, നീതിയോടെ ജീവിക്കാൻ കഴിയണം. അപ്പം നമ്മൾക്കറിയാം, നമുക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നീതി എന്ന് പറയുമ്പോൾ നീതി കൊടുക്കാനും നമ്മൾ കടപ്പെട്ടിരിക്കുക. നീതിയോടുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ നീതി കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ടും നീതി വേണം, ഇങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടും നീതി. വിഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കണം, സ്നേഹത്തിൽ നമ്മൾ വളരണം. ഇതിനാണ് ദൈവം നമുക്ക് ഈ ഒരു സമയം തന്നേക്കുന്നത്. ഇത് തന്നേക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ മുമ്പിൽ ഇത്ര വലിയ ഒരു വീണ്ടെടുപ്പ് കർത്താവ് വെച്ചേക്കുക. അതിനെപ്പറ്റിയുള്ള വലിയൊരു ബോധ്യം, അതിനെപ്പറ്റിയുള്ള വലിയൊരു ആഗ്രഹം, ഈ കർത്താവിനെ എനിക്കൊന്ന് കാണണം, കർത്താവിൻ്റെ ആ സാന്നിധ്യം എനിക്ക് നിരന്തരം ഒന്ന് അനുഭവിക്കണം, ഈ പാപത്തോട് ഞാൻ നിരന്തരം പോരാടുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടണം, ഈ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എനിക്കൊരു വിടുതൽ കിട്ടുന്ന അനുഭവം വേണം. മാത്രമല്ല, എൻ്റെ ഈ ശരീരം എൻ്റെ കൂടെ ഓടാതിരിക്കുമ്പോൾ, നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതുപോലെ ഈ ശരീരം നമ്മുടെ കൂടെ ഓടാതിരിക്കുമ്പോൾ ഈ ശരീരവും കർത്താവിൻ്റെ കൂടെ ആ ഗ്ലോറിയസ് ബോഡി, അങ്ങനത്തെ ഒരു വീണ്ടെടുപ്പ് എനിക്ക് പ്രാപിക്കണം. ഇതിനു വേണ്ടി ഞാൻ ഒരുങ്ങിയേ തീരത്തുള്ളൂ. കാരണം കർത്താവ് ഒരിക്കലവൻ പാപികളെ തേടി ഭൂമിയിൽ വന്നു. പക്ഷേ ദൈവനും പറയുക, പിന്നെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ എവിടെ വരുന്നേ? വാനമേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാണ്. അങ്ങോട്ട് പോകാനുള്ളവരാ. ഇവിടെ എല്ലാം വിട്ടിട്ട് പോകണം. ഇത് ഈ പറയുന്ന പല സമയത്തും നമ്മളോട് പറഞ്ഞേക്കുന്നത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തോണമെന്നാണ്.
സോദും ഗൊമോറയും അവിടെ തീ വീഴാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോന്ന് പറഞ്ഞിട്ടും ഓടിപ്പോവാതിരിക്കുന്ന ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തോണം. കർത്താവിനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ നമ്മൾ പ്രത്യക്ഷരാകണം. ഇവിടെ നിന്നെല്ലാം കൂടെ കളഞ്ഞിട്ട് പോകാനൊക്കണം. പക്ഷേ ഇതൊരു ഭയത്തോടു കൂടിയുള്ളൊരു എക്സ്പെക്റ്റേഷൻ അല്ല. ഒരു മണവാട്ടി തൻ്റെ കാന്തന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു എക്സ്പെക്റ്റേഷനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം ഉടമ്പടി ചെയ്തു കഴിഞ്ഞതാണ്. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത് എന്നുള്ളൊരൊറ്റ കാര്യമേ ഉള്ളൂ. ബാക്കി കാര്യമെല്ലാം ചെയ്യാൻ അവൻ ശക്തൻ. അവൻ അതെല്ലാം ചെയ്ത് തീർത്തിരിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ, ഞാനൊരു സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയി വീണ്ടും ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആകേണ്ടതിന് ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. യൂദായുടെ ലേഖനം, യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പം വീഴാതെ നമ്മളെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ദൈവം. എന്നിട്ട് അവൻ്റെ സന്നിധിയിൽ നമ്മളെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവനാണ്. അപ്പം നമുക്കിതെല്ലാം ഉള്ളപ്പോഴും നമ്മളോട് പറയുന്ന കാര്യം എന്താ? നമ്മൾ ആരിൽ ആശ്രയിക്കണം? ഇതെല്ലാറ്റിലും നമ്മുടെ കഴിവിലോ നമ്മുടെ ഒന്നിലുമല്ല, പരിശ്രമത്തിലോ ഒന്നുമല്ല. നമുക്ക് ആരിൽ ആശ്രയിക്കണം? നമ്മുടെ കർത്താവിൽ ആശ്രയിക്കണം. വീഴാതെ നമ്മെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവം, അവനാണ് നമ്മളെ വിളിച്ചത്. അവൻ വിളിച്ചെങ്കിൽ അവൻ അത് ചെയ്തെടുക്കാൻ അവൻ ശക്തനാ. ദൈവനും പറയുന്നു, അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ അവൻ വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. അസാധ്യങ്ങളില്ലാത്തവനാണ്. സകലത്തെയും ജയിച്ചവനാണ്. ആദ്യവും അന്തവുമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. നമുക്ക് വീണ്ടും നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഒരു സമയം നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകാൻ, തളർന്നു പോകാനല്ല നമ്മളോട് പറയുന്നത്. നമ്മുടെ തല ഉയർത്തുക, നമ്മൾ അങ്ങോട്ട് നോക്ക്, നമ്മുടെ വീണ്ടെടുപ്പ് കാലം അടുത്തിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.